മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ 28 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് തുറക്കുകയാണ്. കാണാതായവർക്കുള്ള തെരച്ചിൽ സൂചിപ്പാറ മേഖലയിൽ ഇന്നും തുടരും. വിപിൻ സി വിജയൻ മുണ്ടക്കൈയിൽ നിന്നും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിപിൻ സി വിജയൻ. ദുഃഖം കനീഭവിച്ച് നിൽക്കുന്ന മുണ്ടക്കൈ ഇന്ന് പള്ളിക്കൂടങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന വാർത്ത. ഒരുപാട് വേദനകൾ പേറിയായിരിക്കും കുട്ടികൾ ഇന്ന് പള്ളിക്കൂടത്തിലെത്തുക. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇവിടെ ഈ ഒരു 28 ദിവസങ്ങൾക്ക് മുൻപ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളാണ്. അന്ന് ആ ഒരു രാത്രി എത്ര നൂറുകണക്കിന് മനുഷ്യർക്ക് ആശ്രയമായി നിന്നിരുന്നതാണ് ഈ സ്കൂളുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ സ്കൂൾ ഇപ്പം ഇന്ന് തുറന്ന് പ്രവർത്തിക്കും. ഒപ്പം തന്നെ ഈ ദുരന്തബാധിത മേഖലയിലുള്ള വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളിലേക്ക് എത്തില്ല. അവർ സെപ്റ്റംബർ 2-നായിരിക്കും സ്കൂളിലേക്ക് എത്തുന്നത്. അന്ന് പ്രവേശനോത്സവം നടക്കും. ആ പ്രവേശനോത്സവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കും. ഈ ഇവിടെയുള്ള അതായത് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുള്ള ആ പ്രദേശത്ത് നിന്നുള്ള കുട്ടികൾക്ക് വരാൻ വേണ്ടി പ്രത്യേക KSRTC ബസിന്റെ സർവീസുകൾ ഉണ്ടാവും. അത് സൗജന്യമായിരിക്കും. ഒപ്പം മറ്റ് പല ഭാഗങ്ങളിലുമായിട്ടാണ് ഇപ്പോൾ കുട്ടികൾ അവരെ താമസിക്കുന്നത്. അവർക്ക് വരാനുള്ള സൗകര്യവും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കായിരിക്കും വെള്ളാർമല സ്കൂൾ. ഈ ദുരന്തത്തിന്റെ ഏറ്റവും വേദനിക്കുന്ന ഒന്നായിരുന്നു വെള്ളാർമല സ്കൂളും അവിടുത്തെ വിദ്യാർത്ഥികളുടെ മുഖവും ഒക്കെ. അപ്പോൾ വെള്ളാർമല സ്കൂൾ ഇനി തുടർന്ന് പ്രവർത്തിക്കുക മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും. 12 ക്ലാസുകൾ അതിനായി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള സൗകര്യങ്ങൾ ഒന്ന് ചുരുക്കി ആണ് ഈ 12 ക്ലാസുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഹെഡ് മാസ്റ്റർമാർക്ക് ഇരിക്കാനുള്ള ക്ലാസുകൾ ഉൾപ്പെടെയുള്ളവ ഇതിനോടകം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ 2-ാം തീയതി മുതലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ 9 മണി കഴിഞ്ഞാൽ ക്ലാസുകൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ ഈ തിരച്ചിലിന്റെ കാര്യം, തിരച്ചിൽ ഇനിയിപ്പോൾ സൂചിപ്പാറ മുതൽ ഈ ആനടിക്കാപ്പ് ആ പ്രദേശത്താണ് തിരച്ചിൽ നടത്തേണ്ടത്. ഇന്നലെ ആനശല്യവും അതുപോലെ തന്നെ കോടമഞ്ഞും ഉള്ളതുകൊണ്ട് തിരച്ചിൽ നടന്നിരുന്നില്ല. പക്ഷേ ഈ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം അത് തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ തിരച്ചിൽ വീണ്ടും ആരംഭിക്കും. പിന്നെ മറ്റൊന്നുള്ളത്, കേന്ദ്ര സംഘത്തിന്റെ ഒരു സമഗ്രമായ പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. ഒപ്പം അതിൽ കേരള ടീമുമുണ്ട്. ആ ഒരു പരിശോധനയുടെ ഫലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വയനാട് സാക്ഷ്യം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്. അതും ചൂരൽമല മേഖലയിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. SKN. വിപിൻ സി വിജയനാണ് മുണ്ടക്കയിൽ ചേർന്നത്. അശോകൻ കേവലൻ, സിനിമ എന്ന കലാരൂപത്തിൻ്റെ പേരിൽ ചാനൽ കാണാൻ പറ്റാതെയാകുന്നു. എന്തൊരു ദുരവസ്ഥയാണ് SKN. തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ രാമു എന്നൊരു സ്നേഹിതൻ ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ. രാമു പറയൂ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ശ്രീകണ്ഠ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള അണ്ണൻ ആകാശവാണിയിലുള്ളപ്പോൾ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാനവിടെ. ഞാൻ കാട്ടാക്കടയാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലുകൾ എന്ന് വെച്ചാൽ മൊത്തം വിഷ്വൽസും അല്ലാത്ത ചാനലുകളും ഒരു യെല്ലോ ജേർണലിസം സ്റ്റൈലിലേക്ക് മാറുന്നുണ്ട്. അല്ല രാമു, അത് മാറിയിട്ടില്ല, പക്ഷേ മാറാനുള്ള ചില സിംറ്റംസ് കാണിച്ചു തുടങ്ങി. ശ്രീകണ്ഠൻ എന്റെ വിവിധ ചാനലുകളിൽ വാർത്തകൾ ശ്രീകണ്ഠനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ശ്രീകണ്ഠൻ ഈ യെല്ലോ ജേർണലിസത്തിന് ഗുഡ് മണി. അല്ല രാമു, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും വിളിച്ചാൽ സന്തോഷം രാമു. കുറേ കാലത്തിന് ശേഷം ഈ ശബ്ദം കേൾക്കല്ലേ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ രാമു പറഞ്ഞതുപോലെ യെല്ലോ ജേർണലിസ്റ്റിലേക്കൊന്നും നമ്മുടെ ചാനലുകൾ മൂക്കുകുത്തി വീണിട്ടില്ല. പക്ഷേ ഈ ട്രെൻഡ് മുന്നോട്ട് പോവുകയാണെങ്കിൽ യെല്ലോ ജേർണലിസം തന്നെയായി മാറും. അതിൻ്റെ സിംറ്റംസ് വന്നു തുടങ്ങി. കാരണം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒരിക്കൽ പോലും, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഒരു വാർത്താ ചാനലിൻ്റെ മൈക്കിൻ്റെ മുന്നിൽ ലൈവ് പറഞ്ഞിട്ടാണ് അവർ പോകാൻ തീരുമാനിക്കുന്നത് തന്നെ. അപ്പോൾ ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ ഭയപ്പെട്ടിരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ തന്നെക്കുറിച്ച് പുറത്തു വന്നാൽ എന്തായിരിക്കും ആളുകൾ നമ്മളെക്കുറിച്ച് വിചാരിക്കുക. അങ്ങനെയുള്ള ധാരണയൊക്കെ മാറിയിട്ട് ഇപ്പോൾ വാർത്താ ചാനലുകളിൽ വളരെ വളരെ വിശദമായി എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള വളരെ വിശദമായി ലൈവ് കൊടുത്തതിന് ശേഷമാണ് അവർ പോലീസ് നിയമപരമായ പരാതികളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ ഇവരെന്തൊക്കെ പറയും എന്ന് നമുക്കറിയാത്തത് കൊണ്ട് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് പല ആളുകളും എൻ്റെ വാട്സപ്പിലൊക്കെ നിറയെ ഇതിനെക്കുറിച്ചുള്ള പരാതികളാണ്. അതുകൊണ്ട് തന്നെ 24 ഇത്തരം സിംറ്റംസ് മുളയിലെ നുള്ളിക്കളയാൻ, അതേസമയം സത്യത്തിന് നേരെ കണ്ണടയ്ക്കാതിരിക്കാനും, 2 കാര്യം ഒരേ സമയം നമ്മൾ ചെയ്യും. അതുകൊണ്ട് വാർത്തകളെ അവഗണിക്കും എന്നുള്ളതല്ല, വാർത്തകളെ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കും. എന്നാൽ വാർത്തകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ നമ്മൾ നിലനിർത്തിയിരുന്ന നമ്മുടെ സ്വീകരണ മുറിയിലെ ഒരു ജെൻറ്റിൽനെസ് ഇല്ലാതാക്കില്ല നമ്മൾ.